എൻ്റെ ഓപ്ഷണൽ സബ്ജക്റ്റ് UPSCയിൽ രണ്ടാമത്തെ ഓപ്ഷണൽ സബ്ജക്റ്റ് സൈക്കോളജി ആയിരുന്നു. അപ്പോൾ സൈക്കോളജിയിൽ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഏരിയ അഡ്വർടൈസിങ് സൈക്കോളജി ആയിരുന്നു, മാസ് സൈക്കോളജിയും മറ്റൊക്കെ. അപ്പോൾ അതിൽ എങ്ങനെ കൃത്യമായിട്ട് നമുക്ക് ഒരു ഇൻട്രസ്റ്റ് എലിസിറ്റ് ചെയ്യാം, എങ്ങനെ ഒരാളെ മോട്ടിവേറ്റ് ചെയ്യാം. ഇപ്പം ഇൻ്റലക്ച്വലി ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്ന കൈൻഡ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇത് എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളൊരു ഏരിയ ആണ്. ബ്രാൻഡിങ്, ഒരു നെയിമിങ്, എസ്പെഷ്യലി ഡിസൈനിങ് വളരെ ഇഷ്ടമുള്ളതാണ്. ലോഗോ ഡിസൈൻ, ഇതൊക്കെ കുറച്ച് ഹോബി പോലെ ഒരു വശത്തോട് ചെയ്തു പോകുന്നതാണ്. അപ്പോൾ നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് ഇതൊക്കെ ചെയ്യാനൊരു അവസരം കിട്ടുമ്പം നമ്മൾ കളയും. നമുക്ക് കിട്ടുന്നല്ല, കൈ തെളിഞ്ഞു വരില്ല, നല്ല രസമുള്ളൊരു ഓപ്പർച്യൂണിറ്റി അല്ല. പിന്നെ ഇതിൽ നമുക്ക് സർക്കാർ പൈസയോ സർക്കാർ ഫണ്ടിങ്ങോ സപ്പോർട്ട് അങ്ങനത്തെ ഒരു സംഭവം ഇല്ലാതെ ചില ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് വരുന്നതാണ്. ഇപ്പോൾ ഈ കുളം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ വർഷവും ചെറിയൊരു ഫണ്ടിങ് ഉണ്ട്. ഈ പ്രീ മൺസൂൺ ആ സമയത്തൊക്കെ ഒന്ന് ക്ലീനപ്പ് ചെയ്യാൻ വേണ്ടി കുളങ്ങൾ. പക്ഷേ ആ ഫണ്ട് എന്ന് പറഞ്ഞാൽ റിഫ്രഷ്മെൻറ്റ് വാങ്ങാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ, അതൊരു ചെറിയ തുകയെ കാണുള്ളൂ. ഇത് വെച്ചിട്ട് നമ്മൾ ഈ ജില്ലയിലുള്ള എല്ലാ കുളവും എങ്ങനെ വൃത്തിയാക്കാൻ പറ്റും? അപ്പോൾ എല്ലാ വർഷവും ഇതുണ്ട്, ഇത് എഴുതിയെടുക്കുന്നു, ആരൊക്കെയോ എന്തൊക്കെയോ ഒക്കെ പോകുന്നു. ഇത് ഒരു റിസൾട്ട് നമുക്ക് ഫീൽഡിൽ കിട്ടുന്നില്ല.